ഹായ് ഓൾ. അപ്പൊ നമ്മൾ ഇന്നലെ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിന്റെ കൺസെപ്റ്റും ഒക്കെയാണ് പറഞ്ഞത്. ഇന്ന് പറയാൻ പോകുന്നത് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ആണ്. ആദ്യത്തെ ടോപ്പിക് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. റിട്ടേൺ പോളിസി ഡോക്യുമെന്റ്സ് ഇഷ്യൂഡ് ബൈ എ സർട്ടൻ ഇൻസ്റ്റിറ്റ്യൂട്ട്. അത്രേ ഉള്ളൂ. രണ്ട് ടൈപ്പ് ഓഫ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. AS-ഉം ഇന്ത്യ ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്. അതിൽ AS അല്ല ഇപ്പം ആക്ച്വലി ഇന്ത്യയിൽ ഇന്ത്യസ് ആണ്. ബട്ട് സ്റ്റിൽ നമ്മുടെ എക്സാം ബേസിസിൽ AS എന്നും ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. AS എന്താണ്, ഇന്ത്യസ് എന്താന്നുള്ളതൊക്കെ വരും അടുത്ത ഇതിൽ പറയും. AS ഇഷ്യൂ ചെയ്യുന്നത് ICAI, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടന്റ് ഓഫ് ഇന്ത്യ ആണ്. ഇന്ത്യസ് ഇഷ്യൂ ചെയ്യുന്നത് മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സ് ആണ്. ഇന്ത്യസ് എന്ന് പറയുന്നത് ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്സുമായിട്ട് കൺവേർജ് ചെയ്തിട്ട് ഇന്ത്യയിൽ ഉണ്ടാക്കിയ പുതിയൊരു പോളിസിയാണ് ഇന്ത്യസ് എന്ന് പറയുന്നത്. ഇത് ഒബ്ജക്റ്റീവ് ഒക്കെ ഞാൻ ചുമ്മാ ഒബ്ജക്റ്റീവ് നോട്ട്സ് ഒക്കെ അങ്ങനെ കൊടുത്തു എന്നേ ഉള്ളൂ. എന്തായാലും ആ ടോപ്പിക്കിൽ പറയുമ്പോൾ to standardize accounting policies across companies to ensure true and fair view, അതുപോലെ enhance comparability, reliable, uniform and transparent ആവാൻ, അതുപോലെ ഫ്രോഡ്, മാനിപ്പുലേഷൻ, സബ്ജക്ടിവിറ്റി ഒക്കെ റെഡ്യൂസ് ചെയ്യാനായിട്ട് ഒക്കെയാണ് ഇതിന്റെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. ഇനി ഇതിന് ഇഷ്യൂയിങ് അതോറിറ്റി പറഞ്ഞു ICAI അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ബോർഡ് ആണ് ഫോർമുലേറ്റ് ചെയ്യുന്നത്. അതുപോലെ ഇന്ത്യസ് ഫോർമുലേറ്റ് ചെയ്തത് MCA, മിനിസ്റ്റർ ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സ് ആണ്. അതുപോലെ AS ഓൾഡ് ഫ്രെയിംവർക്ക് ആണ്. ഇത് കൂടുതലായിട്ടും നോൺ കോർപ്പറേറ്റ് എൻറ്റിറ്റീസ് ലൈക്ക് പാർട്ട്ണർഷിപ്പ്, പ്രൊപ്രൈറ്റർഷിപ്പ്, സ്മോൾ ഫേംസ് ഒക്കെയാണ്. ഇന്ത്യസ് എന്ന് പറയുന്നത് ലാർജർ കമ്പനീസ് ആണ്. ലിസ്റ്റഡ് കമ്പനീസ് എന്താണ്, അതായത് ഷെയർ ഇഷ്യൂ ചെയ്ത് ഇതാക്കുന്ന കമ്പനീസ് ആണ് ലിസ്റ്റഡ് കമ്പനീസ്. അവിടെയാണ് ഇന്ത്യസ് ഫോളോ ചെയ്യുന്നത്. ഇനി AS-ഉം ഇന്ത്യസിലും കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള AS-കളും അതിന്റെ ടോപ്പിക് എന്തൊക്കെയാണ് എന്നുള്ളതുമാണ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത്. ഇതില് AS-ല് കുറച്ചധികം കൊടുത്തിട്ടുണ്ട്, കാരണം AS-ന്നാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിരുന്നത്. പക്ഷെ ഇനി ചിലപ്പോൾ ഇന്ത്യസ് വരാം. അപ്പൊ അതൊന്ന് നിങ്ങൾ സെപ്പറേറ്റ് റിസർച്ച് ചെയ്ത് പഠിക്കുക. ഓരോന്നും എന്തൊക്കെയാണെന്ന് ജസ്റ്റ് ടൈറ്റിൽ മാത്രമേ പഠിക്കേണ്ട കാര്യമുള്ളൂ. ഓരോന്നും വിശദമായിട്ട് പഠിക്കേണ്ട. AS-1 എന്ന് പറയുന്നത് ഡിസ്ക്ലോഷർ ഓഫ് അക്കൗണ്ടിങ് പോളിസീസ്. AS-2 എന്ന് പറയുന്നത് ഇൻവെന്ററി വാല്യുവേഷൻ. AS-2 ഇൻവെന്ററി വാല്യുവേഷന്റെ ഇത് എനിക്ക് തോന്നുന്നു KFC അസിസ്റ്റന്റിന്റെ എക്സാമിന് വന്നിരുന്നു. അതുപോലെ റവന്യൂ റെക്കഗ്നിഷൻ AS-9, ഇതൊക്കെ ഇടയ്ക്ക് വരുന്നതാണ്. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് AS-3. അതുപോലെ ഡിപ്രീസിയേഷൻ AS-6-ലാണ് ഉണ്ടായിരുന്നത്. അത് വിഡ്രോ ചെയ്തിട്ട് AS-10-ലോട്ട് മേർജ് ചെയ്തിട്ടുണ്ട്. AS-10 എന്താ, പ്രോപ്പർട്ടി, പ്ലാന്റ് ആൻഡ് എക്വിപ്മെന്റ്. ഓക്കെ, AS-10 ഇത് ഇവിടെ ഉണ്ട്. അതിലാണ് ഇപ്പൊ ഡിപ്രീസിയേഷൻ കിടക്കുന്നത്. അതുപോലെ AS-11 ഫോറിൻ എക്സ്ചേഞ്ച്, AS-12 ഗവൺമെന്റ് ഗ്രാൻസ്, AS-13 ഇൻവെസ്റ്റ്മെന്റ്, അതുപോലെ AS-16 ബോറോയിങ് കോസ്റ്റ്, AS-17 സെഗ്മെന്റ് റിപ്പോർട്ടിംഗ്, AS-18 റിലേറ്റഡ് പാർട്ടി ഡിസ്ക്ലോഷർ, AS-20 എന്ന് പറയുന്നത് ഏർണിംഗ് പെർ ഷെയർ ആണ്. AS-22 ടാക്സസ് ഓൺ ഇൻകം, അതായത് ഇൻകം ടാക്സ്. അതുപോലെ AS-26 എന്ന് പറയുന്നത് ഇൻടാഞ്ചിബിൾ അസറ്റ് സച്ച് ആസ് പേറ്റന്റ്, ട്രേഡ് മാർക്ക്, ഗുഡ്വിൽ, കാണാനും തൊടാനും പറ്റാത്ത അസറ്റുകൾ. AS-29 പ്രൊവിഷൻസ്, കണ്ടിൻജന്റ് ലയബിലിറ്റീസ്, അസറ്റ്സ് ഒക്കെയാണ്. ഇനി അടുത്തത് ഇന്ത്യസിൽ വരുന്നത് മോർ ദാൻ 40 ഉണ്ട്. എക്സാമ്പിൾസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളൂ. അത് എന്തൊക്കെയാന്നുള്ളത് നമുക്ക് വേണമെങ്കിൽ സെപ്പറേറ്റ് ഒരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയാം ഇതൊക്കെ എന്തൊക്കെയാണ്. കാരണം ഇത് എക്സാമിന് എന്തായാലും ഒരു AS-ഉം ഇന്ത്യസും എന്തായാലും ചോദിച്ചിരിക്കും ഏതാണ്, അല്ലെങ്കിൽ ഇൻവെന്ററി ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഇന്ത്യസ് ഏതാണ്, അങ്ങനെ ചോദിച്ചിരിക്കും. അതിൽ ഇന്ത്യസ് 1 എന്ന് പറയുന്നത് പ്രസന്റേഷൻ ആണ്. ഇന്ത്യസ് 2 ഇൻവെന്ററി. ഇന്ത്യസ് 16 എന്ന് പറയുന്നത് ലൈക്ക് 10 പ്രോപ്പർട്ടി, പ്ലാന്റ് ആൻഡ് എക്വിപ്മെന്റ് ആണ്. ഇന്ത്യസ് 18 എന്ന് പറയുന്നത് റവന്യൂ ആണ്. ഓക്കെ, അത്രേ കൊടുത്തിട്ടുള്ളൂ. ഇനി നമുക്ക് സോൾ ട്രേഡറെ കുറിച്ചിട്ടും സോൾ ട്രേഡറുടെ അക്കൗണ്ട്സിനെ കുറിച്ചിട്ടുമാണ് അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത്. ഈ രണ്ട് ടോപ്പിക് ഈ വീഡിയോയിൽ എടുക്കുന്നുള്ളൂ, ബാക്കി അടുത്തത് എടുക്കാം. ഇത് തന്നെ കുറച്ച് ലെങ്ത് ആവുമെന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട്. എന്തായാലും നമുക്ക് വേഗം പറയാം.
സോൾ ട്രേഡർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എ സോൾ ട്രേഡർ ഈസ് എ ബിസിനസ് ഓൺഡ് ആൻഡ് മാനേജ്ഡ് ബൈ എ സിംഗിൾ ഇൻഡിവിജ്വൽ. ഫോർ എക്സാമ്പിൾ, ഒരു കട നടത്താണ്, ഒരു പലചരക്ക് കട അല്ലെങ്കിൽ ഒരു ബേക്കറി നടത്താണ്. ആ ബേക്കറി ചിലപ്പോൾ ഒരാളായിരിക്കും അതിന്റെ ഓണർ എന്ന് പറയുന്നത്. അപ്പോൾ അതിനെയാണ് ഒരു സോൾ ട്രേഡർ അല്ലെങ്കിൽ സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് എന്ന് പറയുന്നത്. അതിന്റെ ഓണർ എന്ന് പറയുന്നത്, ഓണർ ആയിരിക്കും ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ആ കട നടത്താനുള്ള പൈസ ഇടുന്നത് ഓണർ ആയിരിക്കും. അതിന്റെ വേണ്ട റിസ്കുകൾ ബെയർ ചെയ്യുന്നത് ഓണർ ആയിരിക്കും. അതിന്ന് പ്രോഫിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അത് എൻജോയ് ചെയ്യുന്നത് ഓണർ ആയിരിക്കും. ഇനിയിപ്പോ അതിന്ന് ലോസ് വരികയാണെങ്കിൽ അതും ഓണർ വേണം സഹിക്കാനായിട്ട്. ലീഗലി ബിസിനസ്സും ഓണറും സെപ്പറേറ്റ് അല്ല, ബട്ട് അക്കൗണ്ടിങ്ങിൽ നമ്മൾ അവരെ സെപ്പറേറ്റ് ആയിട്ടാണ് സോൾ പ്രൊപ്പറേറ്റർഷിപ്പിൽ കണക്ക് കൂട്ടുക. കാരണം ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ് ഞാൻ നേരത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ് എന്താണ്, ബിസിനസ്സും ഓണറും സെപ്പറേറ്റ് ആയിട്ടായിരിക്കും എന്നുള്ള കാര്യം. അപ്പൊ ലീഗലി ശരിക്ക് ഓണർക്ക് വേണമെങ്കിൽ ഇതിന്ന് പ്രോഫിറ്റ് നിന്ന് പൈസ എടുക്കാം, അല്ലെങ്കിൽ അതൊന്നും ഒരു വിഷയമല്ല. പക്ഷെ അക്കൗണ്ടിങ്ങിൽ വരുമ്പോ അതൊരു, ഇപ്പൊ സാധാ കടകളൊന്നും ഇപ്പൊ അക്കൗണ്ട്സ് ഒന്നും അങ്ങനെ കാര്യമായിട്ട് നോക്കണമെന്നില്ല. ബട്ട് വലിയ വലിയ ഷോപ്പുകൾ, സോൾ പ്രൊപ്രൈറ്റർഷിപ്പിന്റെ അണ്ടറിൽ വരുന്ന വലിയ വലിയ മാർക്കറ്റുകൾ, സൂപ്പർ മാർക്കറ്റ്, അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ അക്കൗണ്ടിങ് ഫോളോ ചെയ്യുന്നുണ്ടായിരിക്കും. പക്ഷെ അവരുടെ പലരുടെയും മെത്തേഡ് പല രീതിക്കായിരിക്കും. അതും നോക്കണ്ട. നമുക്കിവിടെ നോർമൽ അക്കൗണ്ടിങ് കൺസെപ്റ്റ് ആണ് നോക്കാനുള്ളൂ. ഇതിന്റെ ഫീച്ചേഴ്സ് പറയുന്നത് സിംഗിൾ ഓണർഷിപ്പ് ആണ്. സോൾ പ്രൊപ്രൈറ്റർ എന്ന് പറഞ്ഞാൽ തന്നെ അത് വേർഡിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും. ഒരൊറ്റ ഓണറേ ഉണ്ടായിരിക്കുള്ളൂ. അൺലിമിറ്റഡ് ലയബിലിറ്റി ആയിരിക്കും. അതായത് ഓണർ മാത്രമേ അതിന്റെ റിസ്ക് ബെയർ ചെയ്യാനും പ്രോഫിറ്റ് എൻജോയ് ചെയ്യാനും ആയിട്ട് പറ്റുള്ളൂ. അപ്പോൾ എന്തെങ്കിലും അതിൽ ലയബിലിറ്റി വന്നു കഴിഞ്ഞാൽ അത് ഓണർ തന്നെ അടയ്ക്കണം. അതുപോലെ ഡയറക്റ്റ് കൺട്രോൾ ആയിരിക്കും. ഡിസിഷൻ ടേക്കൺ ക്വിക്ക്ലി. അതായത് അവിടെ ഇപ്പൊ എന്തെങ്കിലും ഒരു ചേഞ്ച് വരുത്തണമെങ്കിൽ ഓണർക്ക് അത് ക്വിക്കായിട്ട് ആ ചേഞ്ച് വരുത്താം. അതുപോലെ സിമ്പിൾ ഫോർമേഷൻ ആണ്. ഒരുപാട് ലീഗൽ ഫോർമാലിറ്റീസ് ഒന്നുമില്ല. ഇപ്പൊ പാർട്ട്ണർഷിപ്പ് ഒക്കെ ആണെങ്കിൽ പാർട്ട്ണർഷിപ്പ് ഡീഡ് വേണം, അതുപോലെ അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. പക്ഷെ സോൾ പ്രൊപ്രൈറ്റർ ആയതുകൊണ്ട് ലീഗലായിട്ടൊരു പ്രശ്നം, ഭാവിയിലെ തർക്കങ്ങളോ ഒന്നും വരാൻ ആരുമില്ല. അതുപോലെ ബിസിനസ് എൻറ്റിറ്റി അസംഷൻ എന്ന് പറയുന്നത് ഓണർ ആൻഡ് ബിസിനസ് ട്രീറ്റഡ് സെപ്പറേറ്റ്ലി ഇൻ അക്കൗണ്ട്സിന്റെ ബേസിസിൽ രണ്ടുപേരും ഡിഫറെന്റ് ആയിരിക്കും. ഇനി ഇവരുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഏതൊക്കെയാണെന്നാണ് പറയുന്നത്. ആദ്യത്തെ പ്രൈമറി ബുക്കുകളായിട്ടുള്ളത് ജേർണല്, ലെഡ്ജർ, ക്യാഷ് ബുക്ക്, സബ്സിഡിയറി ബുക്ക്. ജേർണൽ എന്ന് പറയുന്നത് ഡേ ടു ഡേ ട്രാൻസാക്ഷൻസ് ആ ഒരു ക്രോണോളജിക്കൽ ഓർഡറിൽ റെക്കോർഡ് ചെയ്യാൻ മാത്രമേ ഉള്ളൂ. ലെഡ്ജർ ഈ ഡേ ടു ഡേ ട്രാൻസാക്ഷൻസ് ഓരോ അക്കൗണ്ട് ആയിട്ട് ക്ലാസിഫൈ ചെയ്യും. ഫോർ എക്സാമ്പിൾ ക്യാഷ് അക്കൗണ്ട്, ഡെപ്റ്റേഴ്സ് അക്കൗണ്ട്, ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട്, ക്യാപിറ്റൽ അക്കൗണ്ട്, പർച്ചേസ് അക്കൗണ്ട്, സെയിൽസ് അക്കൗണ്ട്. അങ്ങനെ നമുക്ക് സെയിൽസ് വന്നത് എല്ലാം സെപ്പറേറ്റ് ഹെഡുകളിൽ കൊടുക്കുന്നതാണ് ലെഡ്ജർ എന്ന് പറയുന്നത്. ഇപ്പൊ ഈ എക്സാം എന്തായാലും എഴുതുന്ന ബികോം ഗ്രാജുവേറ്റ്സ് ആയിരിക്കും. അവർക്ക് എന്തായാലും ഇതൊക്കെ എന്താണെന്ന് അറിയാം. എന്നാലും ഞാൻ വെറുതെ ഒന്ന് ഓടിച്ച് പറയുന്നതേ ഉള്ളൂ. ക്യാഷ് ബുക്ക് എന്ന് പറയുന്നത് ക്യാഷ് റിലേറ്റഡ് ആയിട്ടുള്ള ട്രാൻസാക്ഷൻസ്, അല്ലെങ്കിൽ ബാങ്ക് വഴി ബാങ്ക് വഴി ആണെങ്കിലും ക്യാഷ് ആണല്ലോ ട്രാൻസാക്ഷൻ നടക്കുന്നത്. അപ്പോൾ ക്യാഷ് ആൻഡ് ബാങ്ക് ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്നതാണ് ക്യാഷ് ബുക്ക് എന്ന് പറയുന്നത്. ഇനി സബ്സിഡിയറി ബുക്ക് എന്ന് പറഞ്ഞാൽ പർച്ചേസ് ബുക്ക്, സെയിൽസ് ബുക്ക്. നമ്മൾ നേരത്തെ പറഞ്ഞത് പർച്ചേസ് അക്കൗണ്ടിനെ കുറിച്ചാണ് ലെഡ്ജറിൽ പറഞ്ഞത്. പർച്ചേസ് ബുക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പർച്ചേസ് അക്കൗണ്ടിൽ നമ്മൾക്ക് പർച്ചേസ് ചെയ്തു, കാശ് പോയി, അങ്ങനെയുള്ള കാര്യങ്ങളാണ് എഴുതി വെക്കുക. പക്ഷെ പർച്ചേസ് ബുക്കിൽ ഓരോ സെപ്പറേറ്റ്, ഇപ്പം ഒരു രാം എന്ന് പറയുന്ന ആൾക്ക് സാധനം വിറ്റു, സെയിൽസ് ബുക്ക് ഓരോ സെപ്പറേറ്റ് ആളുടെ പേര് മെൻഷൻ ചെയ്തിട്ട് സെപ്പറേറ്റ് സെയിൽസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നതാണ് സബ്സിഡിയറി ബുക്ക് എന്ന് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നതാണ് ഫൈനൽ അക്കൗണ്ട്സ്. ഫൈനൽ അക്കൗണ്ട്സിലുള്ള ആദ്യത്തെയാണ് ട്രേഡിംഗ് അക്കൗണ്ട് എന്ന് പറയുന്നത്. ട്രേഡിംഗ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത് ഗ്രോസ് പ്രോഫിറ്റ്, ഗ്രോസ് ലോസ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. 2 കോളം വരച്ചിട്ട് താഴെ ഞാൻ അതിന്റെ ഫോർമാറ്റ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ നിന്ന് ചോദിക്കാനായിട്ട് സാധ്യതയുള്ളത് ഇപ്പം എന്തൊക്കെയാണ് ഡെബിറ്റ് സൈഡിലും ക്രെഡിറ്റ് സൈഡിലും ഒന്ന് പഠിച്ചിരുന്നാൽ മതി. കുറെ സാധനങ്ങൾ വരും, പക്ഷെ മെയിൻ ആയിട്ട് വരുന്നത് ഓപ്പണിംഗ് സ്റ്റോക്ക്, പർച്ചേസ്, ഡയറക്റ്റ് എക്സ്പെൻസ് ലൈക്ക് വേജസ്, ക്യാരേജ് ഇൻവേർഡ് ഒക്കെ. അതുപോലെ ക്രെഡിറ്റിൽ വരുന്നത് സെയിൽസും ക്ലോസിംഗ് സ്റ്റോക്കുമാണ്. അപ്പൊ നോർമലി ചോദിക്കാൻ സാധ്യതയുള്ളത് ഇപ്പം ഒരു കമ്പനിയിൽ ഓപ്പണിംഗ് സ്റ്റോക്ക് ഇത്രയാണ്, പർച്ചേസ് ഇത്രയാണ്,
ക്ലോസിംഗ് സ്റ്റോക്ക് ഇത്രയാണ്, അപ്പൊ സെയിൽസ് എന്തായിരിക്കും എമൗണ്ട്. അങ്ങനെയൊക്കെയുള്ള ചെറിയ ക്വസ്റ്റ്യൻസേ ഉള്ളൂ. അപ്പൊ നമുക്ക് ഇതിന്റെ കാൽക്കുലേഷൻ അറിഞ്ഞിരിക്കണം. ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക്, അല്ലെങ്കിൽ അങ്ങനെ എടുക്കണമെങ്കിൽ എടുക്കാം. അങ്ങനെ എടുത്തു കഴിഞ്ഞാലാണ് ആ വരുന്ന എമൗണ്ട് ആയിരിക്കും സെയിൽസ്. വേറെ എക്സ്പെൻസിനെ കുറിച്ചൊന്നും അവര് ഡയറക്റ്റ് എക്സ്പെൻസിനെ കുറിച്ച് മെൻഷൻ ചെയ്തിട്ടില്ലെങ്കിൽ ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്താൽ മതി. ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസ് പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക് ഈസ് ഈക്വൽ ടു സെയിൽസ്. അതുപോലെ ഇതിൽ ഗ്രോസ് പ്രോഫിറ്റും മെൻഷൻ ചെയ്യണം കേട്ടോ. ഗ്രോസ് പ്രോഫിറ്റും ഈ ഡെബിറ്റ് സൈഡിൽ വരും. അപ്പോൾ ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസ് പ്ലസ് ഗ്രോസ് പ്രോഫിറ്റ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക് ഈസ് ഈക്വൽ ടു സെയിൽസ്. നമ്മൾ നേരത്തെ പറഞ്ഞത് ഞാൻ വിട്ടുപോയി, സോറി. അപ്പം ഗ്രോസ് പ്രോഫിറ്റ് ഇവിടെ നിന്നാണ് കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ ഗ്രോസ് ലോസ്. അതിപ്പം ഡെബിറ്റ് സൈഡിൽ കുറവാണ്, ക്രെഡിറ്റ് സൈഡിൽ കൂടുതലാണെങ്കിൽ ഗ്രോസ് പ്രോഫിറ്റും, ഡെബിറ്റ് സൈഡിലാണ് കൂടുതൽ ക്രെഡിറ്റ് സൈഡിൽ കുറവാണെങ്കിൽ അത് ഗ്രോസ് ലോസും ആയിരിക്കും. ഗ്രോസ് പ്രോഫിറ്റ് ആണെങ്കിൽ അത് ട്രേഡിംഗ് അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡിലായിരിക്കും ഉണ്ടാവുക. ഗ്രോസ് ലോസ് ആണെങ്കിൽ ട്രേഡിംഗ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് സൈഡിലായിരിക്കും ഉണ്ടായിരിക്കുക. ഇനി നെക്സ്റ്റ് പറയുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആണ്. നമ്മൾ നേരത്തെ ഗ്രോസ് പ്രോഫിറ്റ് കണ്ടുപിടിച്ചു. ഫോർ എക്സാമ്പിൾ അത് ഗ്രോസ് പ്രോഫിറ്റ് ആണ് നമുക്ക് നേരത്തെ അക്കൗണ്ടിൽ കിട്ടിയതെന്ന് വിചാരിക്കുക. അപ്പൊ ആ ഗ്രോസ് പ്രോഫിറ്റ് എന്നുള്ളത് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് സൈഡിൽ ആണ് അപ്ഡേറ്റ് ചെയ്യുക. മറ്റടുത്ത് ഡെബിറ്റ് സൈഡ് ആയിരുന്നു ട്രേഡിംഗ് അക്കൗണ്ടിൽ. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ അത് ക്രെഡിറ്റ് സൈഡിൽ ബ്രോഡ് ഡൗൺ ചെയ്യുക, ക്യാരി ഡൗൺ ചെയ്യുക എന്ന് പറയും. അവിടെ ക്യാരി ഡൗൺ ചെയ്ത് താഴത്തോട്ട് ബ്രോഡ് ഡൗൺ ചെയ്ത് ക്രെഡിറ്റ് സൈഡിൽ കൊണ്ടുവരിക. നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ചെയ്യുന്നത് നെറ്റ് പ്രോഫിറ്റും നെറ്റ് ലോസും കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അതിന്റെ ക്രെഡിറ്റ് സൈഡിൽ ഓൾറെഡി ഗ്രോസ് പ്രോഫിറ്റ് ഉണ്ട്. ഗ്രോസ് പ്രോഫിറ്റ് ആയിട്ടാണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. അത് ഗ്രോസ് ലോസ് ആണെങ്കിൽ ഡെബിറ്റ് സൈഡിലായിരിക്കും ഉണ്ടാവുക. ഇപ്പൊ നമ്മൾ ഗ്രോസ് പ്രോഫിറ്റ് ആയിട്ട് എടുക്കാം. അത് കൂടാതെ ക്രെഡിറ്റ് സൈഡില് ഗ്രോസ് പ്രോഫിറ്റ് നമ്മൾ പറഞ്ഞു. പിന്നെ അതർ ഇൻകംസ് എന്തൊക്കെയാ, ഇൻട്രസ്റ്റ്, കമ്മീഷൻ, അങ്ങനെ എന്തൊക്കെ ഇൻകംസ് നമുക്ക് ഇൻകം ആയിട്ട് കിട്ടിയോ അതൊക്കെ ക്രെഡിറ്റ് സൈഡിൽ വരും. എക്സ്പെൻസസ്, ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് ആണ് ഡെബിറ്റ് സൈഡിൽ വരുന്നത്. ഡയറക്റ്റ് എക്സ്പെൻസ് എവിടെയായിരുന്നു വന്നത്? ഇവിടെ ഇവിടെ ആണ് ഡയറക്റ്റ് എക്സ്പെൻസ് വന്നത്. ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിലാണ് വരിക. അപ്പൊ ഡയറക്റ്റ് എക്സ്പെൻസ് എവിടെയാണ് വരിക? ട്രേഡിംഗ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ. ഇൻഡയറക്റ്റ് എക്സ്പെൻസ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിലാണ് വരിക. ക്രെഡിറ്റ് സൈഡിൽ പറഞ്ഞു ഗ്രോസ് പ്രോഫിറ്റ് വരും, അതുപോലെ അതർ ഇൻകംസ് വരും. ഇത് നമ്മൾ ഓൾ ക്രെഡിറ്റ് സൈഡ് മൈനസ് ഡെബിറ്റ് സൈഡ് കിട്ടുന്ന എമൗണ്ട് കിട്ടുന്നതാണ് നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അതിപ്പം ക്രെഡിറ്റ് സൈഡിലാണ് കൂടുതൽ, ഡെബിറ്റ് സൈഡിൽ കുറവാണെങ്കിൽ ഡെബിറ്റ് സൈഡിലായിരിക്കും നമ്മൾ നെറ്റ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞ് എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യുക. ക്രെഡിറ്റ് മൈനസ് ഡെബിറ്റ് ഈക്വൽ ടു നെറ്റ് പ്രോഫിറ്റ്. ഇനിയിപ്പം ഡെബിറ്റ് സൈഡിലാണ് കൂടുതലെങ്കിൽ അത് നെറ്റ് ലോസ് ആയിരിക്കും. അത് ക്രെഡിറ്റ് സൈഡിൽ നമ്മൾ ഏത് സൈഡിലാണ് കുറവ് ആ സൈഡിലാണ് അത് അപ്ഡേറ്റ് ചെയ്യുക, രണ്ട് സൈഡും ഈക്വൽ ആക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ നമുക്ക് അങ്ങനെ അവിടുന്ന് നെറ്റ് പ്രോഫിറ്റ് കിട്ടി. ഇനി അടുത്ത നമ്മള് ഫിനാൻഷ്യൽ എന്താ പറയാ ബുക്സ് ഓഫ് അക്കൗണ്ട്സിലെ അടുത്തതാണ് ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത്. ബാലൻസ് ഷീറ്റ് എങ്ങനെയാണ്? ടു ഷോ ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് എ കമ്പനി. ആ ഒരു കമ്പനിയുടെ ഫിനാൻഷ്യൽ പൊസിഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. നേരത്തെ നമ്മൾ ഡെബിറ്റും ക്രെഡിറ്റ് സൈഡും ഒക്കെയാണ് കണ്ടത്. ബാലൻസ് ഷീറ്റിൽ നമ്മൾ അസറ്റ് സൈഡും ലയബിലിറ്റി സൈഡും ആണ് ബാലൻസ് ഷീറ്റിൽ അപ്ഡേറ്റ് ചെയ്യാം. അതിൽ അസറ്റ് സൈഡിൽ വരുന്നത് ഫിക്സഡ് അസറ്റ്, അതായത് പെട്ടെന്ന് ക്യാഷ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റാത്ത അസറ്റുകളാണ് ഫിക്സഡ് അസറ്റ്. ലൈക്ക് ലാൻഡ്, മെഷീനറി, ഇതൊക്കെ പെട്ടെന്ന് വിൽക്കുക പറഞ്ഞാൽ എളുപ്പമല്ല. അതുപോലെ കറണ്ട് അസറ്റ് പെട്ടെന്ന് ക്യാഷ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന, അതിൽ തന്നെ ക്യാഷ്, സ്റ്റോക്ക്, ഡെപ്റ്റേഴ്സ്. ഡെപ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് പൈസ തരാനുള്ള ആൾക്കാരാണ് ഡെപ്റ്റേഴ്സ്. ക്രെഡിറ്റേഴ്സ് എന്താണ്? നമ്മൾ പൈസ കൊടുക്കാനുള്ള ആൾക്കാരാണ്. അപ്പോൾ നമുക്ക് പൈസ തരാനുള്ള ആൾക്കാരായിരിക്കും? നമ്മുടെ അസറ്റ് ആയിരിക്കും. നമ്മൾ സാധനം കൊടുത്തിട്ട് നമുക്ക് പൈസ തരാനുണ്ട്, കിട്ടാനുള്ളതാണ് അസറ്റാണ്. ഇനി ലയബിലിറ്റി സൈഡിൽ ക്രെഡിറ്റേഴ്സ് നമ്മൾ പൈസ കൊടുക്കാനുള്ള ആൾക്കാരാണ്. അപ്പൊ നമ്മൾ ഇതൊരു കൊടുത്തിട്ടില്ല, അത് നമ്മുടെ ലയബിലിറ്റിയാണ്. അപ്പോൾ അസറ്റ് എന്ന് പറയുന്നത്, അസറ്റ് സൈഡിൽ ഫിക്സഡ് അസറ്റ്, കറണ്ട് അസറ്റ് ആണ് മെയിൻ ആയിട്ട് വരുന്നത്. ലയബിലിറ്റി സൈഡിൽ വരുന്നത് ക്രെഡിറ്റേഴ്സ്, ബിൽസ് പേയബിൾ, ലോൺസ്.
ക്രെഡിറ്റേഴ്സ് വരും. ക്രെഡിറ്റേഴ്സ് പൈസ കൊടുക്കാനുള്ള ആള്, ബില്ല് പേ ചെയ്യാനുള്ളത്, ലോണുകൾ. പിന്നെ ക്രെഡിറ്റ് ലയബിലിറ്റി സൈഡിൽ വരുന്ന വേറൊരു സംഭവമാണ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ക്യാപിറ്റൽ ഓണർ ബിസിനസ്സിലോട്ട് ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് ആണ് ക്യാപിറ്റൽ. എന്തുകൊണ്ടാണ് ക്യാപിറ്റൽ ലയബിലിറ്റി സൈഡിൽ വരുന്നത്? നമുക്ക് പൈസ ആയിട്ട് കിട്ടുകയല്ലേ, എന്തുകൊണ്ടാണ് അത് അസെറ്റ് ആവാത്തത്? ഞാൻ ഇന്നലെ പറഞ്ഞിരുന്ന ഒരു കൺസെപ്റ്റ് ആണ് ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ്. ആ കൺസെപ്റ്റ് പ്രകാരം ഓണറും അതുപോലെ കമ്പനിയും ഡിഫറെന്റ് എൻറ്റിറ്റി ആണ്. അപ്പൊ ഓണർ ബിസിനസ്സിൽ പൈസ ഇട്ട് കഴിഞ്ഞാൽ, ബിസിനസ് സെപ്പറേറ്റ് ഒരാളാണെങ്കിൽ ആൾക്ക് ഓണർ പൈസ തന്നു, ആ പൈസ നമ്മൾ തിരിച്ചു കൊടുക്കണം ഭാവിയിൽ ഓണർക്ക് തന്നെ, എന്നാലേ ഓണർക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഓണർ ഇട്ട പൈസ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അത് കമ്പനിയുടെ ലയബിലിറ്റി ആണ്. ആ പൈസ കമ്പനി തിരിച്ചു കൊടുക്കണം. അതുകൊണ്ട് തന്നെ ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റി സൈഡിലായിരിക്കും ഓണറിന്റെ ഇൻവെസ്റ്റ്മെന്റ് ആയിട്ടുള്ള ക്യാപിറ്റൽ കണക്ക് കൂട്ടുക. ആ ക്യാപിറ്റലിന്റെ കൂടെയാണ് നമ്മൾ നെറ്റ് പ്രോഫിറ്റ്, നേരത്തെ P&L അക്കൗണ്ടിൽ നിന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കിട്ടിയ നെറ്റ് പ്രോഫിറ്റ് ആഡ് ചെയ്യുന്നത്. അതിൽ നിന്ന് ഓണർ എന്തെങ്കിലും ആവശ്യത്തിന് പൈസ വിഡ്രോ ചെയ്യുകയാണെങ്കിൽ, പേഴ്സണൽ യൂസിന് വേണ്ടി പൈസ വിഡ്രോ ചെയ്യുകയാണെങ്കിൽ, ആ ഡ്രോയിങ്സ് നമ്മൾ അതിൽ നിന്ന് മൈനസ് ചെയ്യണം. ക്യാപിറ്റലിൽ നിന്ന് നെറ്റ് പ്രോഫിറ്റ് കൂട്ടി ഡ്രോയിങ്സ് മൈനസ് ചെയ്യണം. ആ ഒരു എമൗണ്ട് ആയിരിക്കും ബാലൻസ് ഷീറ്റിൽ ലയബിലിറ്റി സൈഡിൽ വരിക. ഓക്കെ, ഈ ക്രെഡിറ്റേഴ്സും ബിൽസ് പേയബിളും ലോണും കൂടാതെ വരുന്ന ക്യാപിറ്റൽ എമൗണ്ട് ആണ് ഞാൻ പറഞ്ഞത്. ഇനി ഇതിൽ കുറച്ച് അഡ്ജസ്റ്റ്മെന്റ്സ് വരാം. അതിലൊന്നാണ് ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് എന്ന് പറയുന്നത്. ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് വന്ന ഒരു എക്സ്പെൻസ് ആണ്, നമ്മൾ ഇതുവരെ പൈസ കൊടുത്തിട്ടില്ല, നമുക്ക് കൊടുക്കാനുള്ളതാണ്. അപ്പൊ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് വന്നു കഴിഞ്ഞാൽ എന്താണ്, അത് നമ്മൾ രണ്ട് സൈഡിൽ അപ്ഡേറ്റ് ചെയ്യണം. ഒന്ന് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലെ എക്സ്പെൻസ് ആയിട്ടും, അതുപോലെ നമ്മുടെ ലൈബിലിറ്റി ആയിട്ട്, കാരണം നമുക്ക് കൊടുക്കാനുള്ള സാധനമാണല്ലോ, ലയബിലിറ്റി ആയിട്ട് അപ്ഡേറ്റ് ചെയ്യണം. അതുപോലെ പ്രീപെയ്ഡ് എക്സ്പെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി എക്സ്പെൻസ് കൊടുത്തു കഴിഞ്ഞു. അതായത് നമ്മൾക്ക് വരേണ്ട എക്സ്പെൻസിന് നമ്മൾ ഓൾറെഡി കൊടുത്തു കഴിഞ്ഞു. അതിപ്പം സാലറി ആവാം, അങ്ങനെ എന്തെങ്കിലും ആവാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആ എക്സ്പെൻസ് മൈനസ് ചെയ്യണം. അതുപോലെ ബാലൻസ് ഷീറ്റിലെ അസറ്റ് സൈഡിൽ അത് കാണിക്കണം. കാരണം നമുക്ക് എക്സ്പെൻസ് ഇതുവരെ വന്നിട്ടില്ല, ഇനി ഭാവിയിൽ വന്നേക്കാം എന്ന് വിചാരിച്ചിട്ട് നമ്മൾ കൊടുത്തു കഴിഞ്ഞു ആ സംഭവം. അപ്പൊ അത് നമ്മളുടെ ഒരു അസറ്റ് ആണ്. ഇനി അക്രൂഡ് ഇൻകം എന്ന് പറയുന്നത്, അക്രൂഡ് ഇൻകം എന്ത് ചെയ്യണം? ആഡ് ടു ഇൻകം ആൻഡ് ഷോ ആസ് അസറ്റ്. നമുക്ക് കിട്ടാനുള്ള ഇൻകം ആണ്. അതായത് നമുക്ക് ആ ഇൻകം ഗെയിൻ ചെയ്തു, പക്ഷെ കയ്യിൽ ക്യാഷ് ആയിട്ട് കിട്ടിയിട്ടില്ല. എന്തുകൊണ്ടാണ്? ചിലപ്പം നമ്മള് ക്രെഡിറ്റിന് സാധനം വിറ്റു, കടമായിട്ട് സാധനം വിറ്റു, അപ്പൊ ആ പൈസ അങ്ങോട്ട് കിട്ടാനുണ്ട്. അപ്പൊ പക്ഷെ നമുക്ക് കിട്ടും എന്നറിയാം, പക്ഷെ ഇതുവരെ കൈ കിട്ടിയിട്ടില്ല. അത് നമ്മുടെ അസറ്റ് ആണ്. പിന്നെ ഡിപ്രീസിയേഷൻ എന്താണ്? തേയ്മാനം. ബികോം പഠിച്ച എല്ലാവർക്കും അറിയായിരിക്കും ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്ന മെത്തേഡും അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. അവിടേക്കൊന്നും ഞാനിപ്പോ പോണില്ല. ഡിപ്രീസിയേഷൻ നമ്മൾ അസറ്റ് നിന്ന് കുറയ്ക്കാനുള്ളതാണ്. ഇപ്പം ഇവിടെ മുകളിൽ നമ്മൾ ബാലൻസ് ഷീറ്റിൽ അസറ്റ് എന്ന് പറഞ്ഞു. ഈ ഫിക്സഡ് അസറ്റിനായിരിക്കും മിക്കവാറും ഡിപ്രീസിയേഷൻ വരിക. ആ അസറ്റിൽ നിന്ന് മൈനസ് ചെയ്യണം ഡിപ്രീസിയേഷൻ, എന്നിട്ട് വരുന്ന എമൗണ്ട് ആണ് അസറ്റിന്റെ വാല്യൂ ആയിട്ട് ബാലൻസ് ഷീറ്റിൽ കാണിക്കുക. അതുപോലെ P&L അക്കൗണ്ടിലും ആ ഡിപ്രീസിയേഷന്റെ എമൗണ്ട് എക്സ്പെൻസ് ആയിട്ട് കാണിക്കണം. അതുപോലെ പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ്, റെഡ്യൂസ് ഫ്രം ഡെപ്റ്റേഴ്സ് നമ്മളിപ്പം ഇവിടെ പറഞ്ഞു, ഡെപ്റ്റേഴ്സ് വല്ലതും ഉണ്ടെങ്കിൽ അസറ്റിൽ പറഞ്ഞു, ആ ഡെപ്റ്റേഴ്സ് മൈനസ് ചെയ്യാനുള്ള സാധനമാണ് ഈ പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ് എന്ന് പറയുന്നത്. അതുപോലെ P&L അക്കൗണ്ടിലും അപ്ഡേറ്റ് ചെയ്യണം ഈ ഡെപ്റ്റേഴ്സ്. അതുപോലെ ഡ്രോയിങ്സ് നമ്മൾ നേരത്തെ പറഞ്ഞു, ക്യാപിറ്റൽ നിന്ന് കുറയ്ക്കാനുള്ളതാണ് ഡ്രോയിങ്സ് എന്ന് പറയുന്ന സംഗതി. ഇനി ഇതിന്റെ ഫോർമാറ്റ് രീതിക്കാണ് ഇവിടെ കാണിക്കുന്നത്. ഇങ്ങനെ ആയിരിക്കും, ഇതില് ഹെഡിങ് ആണ്. ഇങ്ങനെ ആയിരിക്കും ഒരു ട്രേഡിംഗ് അക്കൗണ്ട് ഉണ്ടാവുക. ഡെബിറ്റ് സൈഡ്, ക്രെഡിറ്റ് സൈഡ്, അവിടെ ഓപ്പണിംഗ് സ്റ്റോക്ക്, പർച്ചേസ്, ഇതെല്ലാം ഡെബിറ്റ് സൈഡിലാണ്. ഇനിയിപ്പോ ഈ റിട്ടേൺസ് എന്ന് പറയുന്നത് പർച്ചേസ് റിട്ടേൺ ആണ്. നമ്മൾ എന്തെങ്കിലും സാധനം പർച്ചേസ് ചെയ്തിട്ട് അതിലിപ്പോ എന്തെങ്കിലും ചില ഐറ്റംസിന് എന്തെങ്കിലും ഫോൾട്ട് ഒക്കെ വന്നാൽ നമ്മൾ തിരിച്ചയക്കും. അങ്ങനെ തിരിച്ചയക്കുമ്പോൾ അത് ഇവിടെ തന്നെ മൈനസ് ചെയ്യുക പർച്ചേസ് റിട്ടേൺ ആയിട്ട്. എന്നിട്ട് വരുന്ന എമൗണ്ട് ആണ് പുറത്ത് ഈ ഒരു ഭാഗത്ത് എഴുതാവും. പർച്ചേസ് മൈനസ് റിട്ടേൺ, ബാക്കി വരുന്ന എമൗണ്ട് ആണ് ഇവിടെ എഴുതുക. അല്ലെങ്കിൽ അവസാനം കാൽക്കുലേറ്റ് ചെയ്താലും മതി. ഞാനൊക്കെ പണ്ട് പഠിച്ചിരുന്ന സമയത്ത് ഇങ്ങനെ അകത്തായിരുന്നു എഴുതിയിരുന്നത് ഈ മൈനസ് ഒക്കെ. എന്നിട്ട്
ഒരു ഹോൾ എമൗണ്ട് എത്രയാണോ ഇതിന് ഇത് കുറച്ച് കിട്ടുന്നത് അത് ഇവിടെ എഴുതും. അതുപോലെ വേജസ് അല്ലെങ്കിൽ ക്യാരേജ് ഇൻവേർഡ് ഇതൊക്കെ എന്താ പറയാ ഡയറക്ട്ലി വരുന്ന എക്സ്പെൻസ് ആണ്. വേജസ് കൊടുക്കുക, സാധനത്തിന് ഇപ്പോ സെയിൽസിലൊക്കെ എന്തെങ്കിലും സാധനം വിൽക്കുമ്പോഴോ വാങ്ങുമ്പോഴോ വരുന്ന എക്സ്പെൻസുകളാണ്, ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. അതൊക്കെ അവിടെ ഡെബിറ്റ് സൈഡിൽ കൊടുക്കുക. അതുപോലെ ഇനി വരുന്ന എന്തെങ്കിലും ഡയറക്റ്റ് എക്സ്പെൻസ് ഡെബിറ്റ് സൈഡിൽ കൊടുക്കുക. പിന്നെ ക്രെഡിറ്റ് സൈഡിൽ വരുന്നതാണ് സെയിൽസും ക്ലോസിംഗ് സ്റ്റോക്കും. ഇനിയിപ്പോ സെയിൽസ് റിട്ടേൺ ചിലപ്പോൾ വരാം, അതിവിടെ അപ്ഡേറ്റ് ചെയ്യണം, സെയിൽസ് റിട്ടേൺ ആയിട്ട് കുറയ്ക്കണം. എന്നിട്ട് ഇതിൽ നിന്ന് ഇത് കുറച്ച് കഴിഞ്ഞാൽ ഗ്രോസ് പ്രോഫിറ്റ് കിട്ടും. ആ ഗ്രോസ് പ്രോഫിറ്റ് ആണ് ഇവിടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ അപ്ഡേറ്റ് ചെയ്യുന്നത്. ഇനി ഇതിപ്പോ ഫുള്ളായിട്ട് എല്ലാം വരുന്ന എല്ലാം ഒന്നും ഞാൻ കൊടുത്തിട്ടില്ല, ഒരു ഫോർമാറ്റ് കാണിക്കാൻ വേണ്ടിയിട്ട് കൊടുത്തു എന്നേ ഉള്ളൂ. സാലറി, റെന്റ്, ടാക്സ്, ഡിപ്രിസിയേഷൻ, അഡ്വർടൈസ്മെന്റ്, ഇൻട്രസ്റ്റ് പെയ്ഡ്, ജനറൽ എക്സ്പെൻസ് ഇതൊക്കെയാണ് നമ്മളുടെ ഡെബിറ്റ് സൈഡിൽ കാണിക്കുന്നത്. ഇൻട്രസ്റ്റ് പേ ചെയ്തത് നമ്മുടെ എക്സ്പെൻസ് ആണ്. എക്സ്പെൻസസ് ആണ് ഇവിടെ കാണിക്കുക, ഇൻഡയറക്റ്റ് എക്സ്പെൻസസ്. അതുപോലെ ക്രെഡിറ്റ് സൈഡിൽ നമ്മുടെ ഇൻകംസ് ആണ്. ഗ്രോസ് പ്രോഫിറ്റ് അവിടെ നിന്ന് കിട്ടി, പിന്നെ കമ്മീഷൻ ഓൺ ഇൻകം, കമ്മീഷൻ റിസീവ്ഡ്, അതുപോലെ ഇൻട്രസ്റ്റ് റിസീവ്ഡ്, പിന്നെ എവിടുന്നെങ്കിലും ഒക്കെ കിട്ടുന്ന അതർ ഇൻകംസ് അതൊക്കെയാണ് ക്രെഡിറ്റ് സൈഡിൽ കാണിക്കുക. ഇനി ഇവിടുന്ന് കിട്ടി ഈ നെറ്റ് പ്രോഫിറ്റ് ആണ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ ആഡ് ചെയ്യുന്നത്. ഇതാണ് ബാലൻസ് ഷീറ്റിന്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത്. ക്യാപിറ്റൽ ആഡ് നെറ്റ് പ്രോഫിറ്റ് ലെസ് ഡ്രോയിങ്സ്. അതുപോലെ ആ ഇത് നെറ്റ് പ്രോഫിറ്റ് ആഡ് ചെയ്ത് ഡ്രോയിങ്സ് കുറച്ച് കിട്ടുന്ന എമൗണ്ട് ആണ് അഡ്ജസ്റ്റഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. പിന്നെ ലയബിലിറ്റി സൈഡിൽ വരുന്നതാണ് ക്രെഡിറ്റേഴ്സ്, ബിൽസ് പേയബിൾ, ലോണ്, ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ്. ഇതെല്ലാം ലയബിലിറ്റി സൈഡിൽ വരും. പിന്നെ അസറ്റ് സൈഡിൽ വരുന്നതാണ് ഫിക്സഡ് അസറ്റ്. ഫിക്സഡ് അസറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലാൻഡ് ആൻഡ് ബിൽഡിംഗ്, പ്ലാന്റ് ഒക്കെ. അതിൽ നിന്ന് ഡിപ്രിസിയേഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കുറയ്ക്കണം. എന്നിട്ട് കിട്ടുന്ന എമൗണ്ട് ആണ് നെറ്റ് ഫിക്സഡ് അസറ്റ് എന്ന് പറയുന്നത്. അതിവിടെ അപ്ഡേറ്റ് ചെയ്യുക. പിന്നെ കറണ്ട് അസറ്റ്, ക്ലോസിംഗ് സ്റ്റോക്ക്, ഡെപ്റ്റേഴ്സ് എന്ന് പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെപ്റ്റ് മൈനസ് ചെയ്യണം. ഇത് നമ്മൾ അപ്പുറത്ത് എക്സ്പെൻസിന്റെ ഭാഗത്തും കാണിച്ചിരുന്നു. അതുപോലെ ക്യാഷ് ബാങ്ക് ബാലൻസ്, പ്രീപെയ്ഡ് എക്സ്പെൻസസ് അത് ഇവിടെയും കാണിക്കണം എന്ന് നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു. അതാണ് ടോട്ടൽ അസറ്റും ടോട്ടൽ ലയബിലിറ്റിയും. ഇത് കാൽക്കുലേറ്റ് ചെയ്ത് എല്ലാം കറക്റ്റ് ആയി വരുമ്പോൾ ഇത് രണ്ടും ഈക്വൽ ആവും. അതാണ് ബാലൻസ് ഷീറ്റിന്റെ പ്രത്യേകത. എല്ലാവർക്കും ഓർമ്മ ഉണ്ടെന്ന് വിചാരിക്കുന്നു. ഇനി ഇതിന്റെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും. അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് സിമ്പിൾ ടു മെയിൻറ്റെയിൻ. നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഭയങ്കര പാടാണെങ്കിലും മെയിൻറ്റെയിൻ ചെയ്യാൻ ഒരു സോൾ പ്രൊപ്പറേറ്റർക്ക് ഭയങ്കര സിമ്പിൾ ആണ്. അതുപോലെ ക്വിക്ക് ഡിസിഷൻ മേക്കിംഗ്. എന്തെങ്കിലും അക്കൗണ്ട്സിൽ ഡിഫറൻസ് ഉണ്ടെങ്കിൽ ഡിസിഷൻ ക്വിക്ക് ആയിട്ട് എടുക്കാം. കാരണം ഒരൊറ്റ ആളാണ് അതിന്റെ ഓണർ, അയാൾക്ക് എന്ത് വേണമെങ്കിൽ ചെയ്യാം. അതുപോലെ ഓണർ എൻജോയ്സ് ഫുൾ പ്രോഫിറ്റ്. അത് തന്നെ ഡിസഡ്വാൻറ്റേജസ് ആയിട്ട് വരും. അൺലിമിറ്റഡ് ലൈബിലിറ്റി എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും അതില് നഷ്ടം വന്നു കഴിഞ്ഞാൽ അതെല്ലാം ബെയർ ചെയ്യുന്നത് ഓണർ ആയിരിക്കും. അതുപോലെ ലിമിറ്റഡ് റിസോഴ്സ് ആണ്. ഓണർ മാത്രമല്ലോ, അയാളിലേക്ക് നിന്ന് വേണം കാശ് ചെലവാക്കാനും ഒക്കെ. അതുപോലെ കണ്ടിന്യൂറ്റി, ലാക്ക് ഓഫ് കണ്ടിന്യൂറ്റി. ഇനിയിപ്പോ ആ ഒരു എന്താ പറയാ ഓണർക്ക് എന്തെങ്കിലും പറ്റിയാലോ, മരിച്ചാലോ അല്ലെങ്കിൽ അയാളെ പാപ്പരായാലോ ആ ഒരു ബിസിനസ് അതോടെ നിൽക്കും. കാരണം അയാളായിരിക്കും സോൾ ഓണർ എന്ന് പറയുന്നത്. അപ്പൊ അയാൾക്ക് എന്തെങ്കിലും പറ്റിയാലോ, അയാളുടെ പൈസ തീർന്നാലോ ആ ബിസിനസ് കണ്ടിന്യൂ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ ഇത്രയേ ഉള്ളൂ സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് പാർട്ട്ണർഷിപ്പ് എടുക്കാം. ഇപ്പൊ തന്നെ അത്യാവശ്യം ലെങ്ത് ആയി എന്ന് തോന്നുന്നു. അപ്പോ ഇതിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് കഴിഞ്ഞതിന് ശേഷം ഡിസ്കസ് ചെയ്യാം. ഓരോ ടോപ്പിക്ക് കഴിയുമ്പോഴും, അതായത് ഓരോ മൊഡ്യൂൾ കഴിയുമ്പോഴും നമുക്ക് അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്തിട്ട് അത് ഡിസ്കസ് ചെയ്യാം. ഇപ്പൊ തൽക്കാലം ഈ ടോപ്പിക് വൈസ് നമുക്ക് പഠിച്ചു പോകാം. അതായിരിക്കും നല്ലത് എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ കമന്റ് വഴി അറിയിക്കുക. അല്ലെങ്കിൽ എന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഞാൻ യൂട്യൂബില് ബയോയില് കൊടുത്തിട്ടുണ്ട്, അതുവഴി മെസ്സേജ് ആയിട്ട് അയക്കാം. അപ്പം എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ പറയാം. ഓക്കെ, താങ്ക് യു.